നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. LCBO സമരം സ്റ്റോറുകളിൽ മദ്യം ശേഖരിക്കാൻ തിരക്കോട് തിരക്ക്. യൂണിയനുകൾ ഉന്നയിച്ച കരാറിൽ തീരുമാനമാകാതെ തുടരുന്നതിനാൽ തങ്ങൾ പ്രഖ്യാപിച്ച പണിമുടക്ക് പ്രഖ്യാപിച്ച സമയത്തു തന്നെ നടക്കുമെന്ന് ഓന്റാരിയോ പബ്ലിക് സർവീസ് എംപ്ലോയീസ് യൂണിയൻ. മദ്യം വിൽക്കുന്ന ക്രൗൺ കോർപ്പറേഷനുമായി കരാറിലെത്തിയില്ലെങ്കിൽ വെള്ളിയാഴ്ച 12 മണി മുതൽ നിയമപരമായ പണിമുടക്കിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന മുന്നറിയിപ്പ് മദ്യപരിൽ പരിഭ്രാന്തിയുണ്ടാക്കി. തന്മൂലം സമരത്തിന് മുന്നേ തങ്ങൾക്ക് വേണ്ട മദ്യം സംഭരിക്കുന്ന തിരക്കിലാണ് ഓന്റാരിയോയിൽ എമ്പാടുമുള്ള മദ്യസ്നേഹികൾ. ഫെഡറൽ തിരഞ്ഞെടുപ്പിലും ട്രൂഡോ തന്നെ നേതാവാകുമെന്ന് സർവേ. സെന്റ് പോൾസ് ഉപതിരഞ്ഞെടുപ്പിൽ ശക്തിദുർഗം ആടിയുലഞ്ഞിട്ടും നേതാക്കളുടെ അപ്രീതിക്കും സ്റ്റെപ്പ് ഡൗൺ വിളികൾക്കുമിടയിൽ ട്രൂഡോ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലും ലിബറലുകളെ നയിക്കുമെന്ന് സർവേ ഫലം. ജൂൺ 28-നും 30-നും ഇടയിൽ ഏതാണ്ട് 1521 പേരെ ഉൾപ്പെടുത്തി നടത്തിയ ലേഖ സർവേയിലാണ് ട്രൂഡോ തീർത്തും പരാജിതനായ നേതാവല്ല എന്ന അഭിപ്രായം ഉയർന്നു കേട്ടത്. 2025 ശേഷം ട്രൂഡോയുടെ ഭാവി എന്താകുമെന്ന ചോദ്യത്തിനു മുന്നിൽ ഉത്തരം പറയാൻ വെമ്പുന്ന കുറച്ചധികം പേരെ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഈ വർഷം അവസാനത്തോടെ ട്രൂഡോ സ്വയം സ്ഥാനം ഒഴിഞ്ഞു പോകുമെന്നും സർവേയിൽ പങ്കെടുത്ത 3-ൽ ഒരാൾ അഭിപ്രായപ്പെടുന്നു. ബെറിൽ ചുഴലിക്കാറ്റ് അറ്റ്ലാന്റിക് കാനഡയിലേക്ക് വരാനിരിക്കുന്ന ഭീഷണിയുടെ സൂചനയും. കരീബിയൻ ദ്വീപ സമൂഹങ്ങളെ ആകെ ഉലച്ചു കടന്നു പോകുന്ന ബെറിൽ ചുഴലിക്കാറ്റിൽ നിന്നും കനേഡിയൻസ് പഠിക്കേണ്ടതും പേടിക്കേണ്ടതുമായ വസ്തുതകൾ എന്തൊക്കെയാണ്? തീർച്ചയായും കനേഡിയൻസിനോടും കരുതിയിരിക്കാനുള്ള മുന്നറിയിപ്പാണ് ഈ കൊടുങ്കാറ്റുകൾ എന്ന് കൊളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കൊടുങ്കാറ്റ് ഗവേഷകനായ ഫിലിപ്പ് ക്ലോസ്ബ സാക്ഷ്യപ്പെടുത്തുന്നു. ധ്രുവപ്രദേശങ്ങളും ഉഷ്ണമേഖലാ പ്രദേശങ്ങളും തമ്മിലുള്ള താപനില വ്യത്യാസങ്ങൾ മുമ്പത്തെ പോലെ വ്യത്യസ്തമല്ലാത്തതു കാനഡയുടെ അടുത്ത ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ ഇടയാക്കുന്നതിന് കാരണമായേക്കുമെന്നും നോവാസ്കോഷ്യ പോലുള്ള പ്രദേശങ്ങൾ കൂടുതൽ സാധ്യതയുള്ള ഇടമായി മാറിയേക്കാമെന്നും ക്ലോസ്ബ കണക്കുകൾ ഉദ്ധരിച്ച് വിശദീകരിക്കുന്നു. ഉടൻ കുടുംബമാകേണ്ടെന്ന് കനേഡിയൻ യുവത്വം. കല്യാണം കഴിഞ്ഞാൽ ഉടൻ കുഞ്ഞും കുടുംബവും ഒന്നും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കനേഡിയൻ യുവത്വം വഴിമാറുന്നതായി റിപ്പോർട്ടുകൾ. ഉയർന്ന ജീവിത ചെലവും ഭവന നിർമ്മാണ ചെലവും പ്രാപ്യമല്ലാത്ത റെന്റുമൊക്കെ കനേഡിയൻ യുവത്വത്തെ കല്യാണത്തിന് ശേഷവും വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുന്നു. കാനഡയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലുടനീളമുള്ള 1000-ലധികം ദമ്പതിമാരിൽ നടത്തിയ പഠനമാണ് ഇത്തരത്തിലൊരു ചിന്ത യുവത്വത്തെ പിന്തുടരുന്നുവെന്ന് കണ്ടെത്തിയത്. പരസ്പരം മനസ്സിലാക്കിയ ശേഷം കുഞ്ഞുങ്ങളുണ്ടായാൽ മുന്നോട്ടുള്ള ജീവിതയാത്ര കൂടുതൽ സുഗമമാവും എന്ന അഭിപ്രായക്കാരെയും സർവേയിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞുവെന്നത് മാറുന്ന യുവത്വത്തിന്റെ ശുഭലക്ഷണമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.